മോളെ ജാനകി, ജാനകി മോളെ, അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അമ്മയോട്. കിഴക്കമ്പാട്ട് സുധാരൻ നായരില്ലേ, അദ്ദേഹത്തിന് ആലോചന വന്നിട്ടുണ്ട് മോൾക്ക്. ഒരുപാട് കൃഷിയിടങ്ങളുള്ള ആളാണ്, നല്ല സ്വഭാവമാണെന്നാ കേൾക്കുന്നത്. മോൾക്ക് ഇഷ്ടമാണോ? അച്ഛനോട് പറയട്ടെ? ഒന്നുമില്ല, ഇന്നലെ പെണ്ണ് കാണാൻ വന്നു. ചെക്കനല്ല, ചെക്കന്റെ വീട്ടുകാരാ വന്നത്. ഇന്നലെ ആ സമയത്ത് ഞാനാണെങ്കിൽ ഒന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. ജോലിക്ക് പോകണം, കുറെ സമ്പാദിക്കണം എന്നൊക്കെ വിചാരിച്ചതാ. ഒന്നും നടന്നില്ല. ഇനിയിപ്പം ഇതിന് സമ്മതിക്കാനാണെങ്കിലോ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ആ ഫോട്ടോ വെച്ചിട്ട് ഞാനിപ്പോ എങ്ങനെ അറിയാനാ? ബാങ്കില് ജോലിയാന്നൊക്കെയല്ലേ പറയണേ. നല്ലതായിരിക്കും അല്ലേ? എല്ലാവരുടെയും നിർബന്ധവും ജാതകദോഷവും എല്ലാം കൂടി എന്റെ തലയിൽ പെട്ടുപോയി. ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ആയിരിക്കും. ഈ ദേഷ്യക്കാരൻ വല്ല ആവോ? പിന്നെ അമ്മ പറയണമല്ലെന്നല്ല, ഇതിപ്പോ എല്ലാരും പറഞ്ഞ എല്ലാരും ഇങ്ങോട്ട് തീരുമാനിക്കാം. എനിക്ക് എന്റെ ലൈഫല്ലേ, ഞാനല്ലേ തീരുമാനിക്കണ്ടേ? ആ ചേട്ടനെ വിളിച്ചു നോക്കാം. ഹലോ, ആ ചേട്ടാ, ഞാൻ അഞ്ജലിയാണ്. ഇന്നലെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ അതെ ചേട്ടാ, ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ പേടിക്കണ്ട. അതായത് എനിക്ക് മുമ്പ് 2 റിലേഷൻ ഉണ്ടായിരുന്നു. ആ 2 റിലേഷൻഷിപ്പും അത്യാവശ്യം നല്ല രീതിയിൽ ഒരെണ്ണം ഞാൻ തേച്ചു, ഒരെണ്ണം എന്നെ തേച്ചു. അപ്പോ 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഇനിയൊരു കല്യാണം വേണം, വേണ്ടാന്നല്ല, അത് എടുക്കുന്നതിന് മുമ്പ് എടുപിടിന്ന് വീട്ടുകാരെ നിർബന്ധിച്ചിട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആദ്യം നമുക്കൊരു സ്പാർക്ക് കിട്ടണ്ടേ? ചേട്ടൻ ആദ്യം ചേട്ടൻ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് എനിക്ക് പറഞ്ഞുതരും. പരസ്യമായിട്ട് ഇങ്ങനെ ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ചേട്ടന്റെ ആ ഒരു പോസ്റ്റും പിന്നെ റീൽസും ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. ചേട്ടനും എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം, നോ ഇഷ്യൂ. ഓക്കെ ആണെങ്കിൽ മതി. എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഓക്കെ, അപ്പൊ ശരി, അയച്ചോളൂ കേട്ടോ.